രായമംഗലം പഞ്ചായത്തിലെ മലമുറിയിൽ അനധികൃത പാറപൊട്ടിക്കൽ പിടികൂടി. 2 വർഷം മുമ്പ് നാഷണൽ ഹൈവേക്ക് വേണ്ടി മണ്ണെടുക്കുവാൻ അനുമതി ലഭിച്ചതിന്റെ മറവിലാണ് പാറ പൊട്ടിച്ച് നീക്കുവാൻ ശ്രമം നടത്തുന്നത്. രായമംഗലം പഞ്ചായത്തിലെ മലമുറിക്ക് സമീപം അനധികൃതമായി പാറ പൊട്ടിച്ചു കയറ്റുന്നത് പഞ്ചായത്ത് പിടികൂടി. കുറുപ്പമ്പടി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നടത്തിപ്പുകാരും തൊഴിലാളികളും സ്ഥലം വിട്ടു. ലോഡ് ചെയ്തിരുന്ന ഒരു ടോറസ് കരിങ്കല്ല് അൺലോഡ് ചെയ്തിട്ടാണ് ഇവർ പോയത്. ഒരു ടോറസ്, 3 ഹിറ്റാച്ചി, 2 ഡ്രില്ലിംഗ് കമ്പസ്റ്റർ എന്നിവയാണ് സ്ഥലത്തുണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് NB അജയ്കുമാർ, സെക്രട്ടറി സുധീഷ് കുമാർ CK, അസിസ്റ്റന്റ് എഞ്ചിനീയർ G സുഭാഷ്, വികസനകാര്യ ചെയർമാൻ ബിജു കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ജോയി വെളിഞ്ഞയിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പോലീസ്, മൈനിങ് ആൻഡ് ജിയോളജി, റവന്യൂ അധികാരികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NB അജയ്കുമാർ ആവശ്യപ്പെട്ടു. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ മലമുറി മല കാലങ്ങളായി പലതരത്തിലുള്ള അനധികൃത മണ്ണെടുപ്പുകാരുടെയും പാറ പൊട്ടിക്കുന്നവരുടെയും ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശം നാഷണൽ ഹൈവേയുടെ അനുമതിയോടുകൂടി പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ഗവൺമെൻറ് നേരിട്ട് മണ്ണെടുക്കാൻ നാഷണൽ ഹൈവേക്ക് വേണ്ടി അനുമതി കൊടുക്കുകയും അത്തരത്തിൽ 2 വർഷം മുമ്പ് ഇവിടുന്ന് മണ്ണെടുപ്പ് നടക്കുകയും ചെയ്തതാണ്. അതിനെതിരെ പഞ്ചായത്ത് തീരുമാനമൊക്കെ എടുത്തെങ്കിൽ പോലും നാഷണൽ ഹൈവേക്ക് പ്രത്യേക തീരുമാനത്തിനനുസരിച്ചും ഉത്തരവിനനുസരിച്ചും മണ്ണെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോവുകയുണ്ടായി. അതിൻ്റെ 1 ഏക്കറിൽ താഴെ വരുന്ന സ്ഥലത്തു നിന്നാണ് അന്ന് മണ്ണെടുത്തത്. അതിനുശേഷം അനധികൃതമായി ഇടയ്ക്കിടയ്ക്ക് പാറ പൊട്ടിക്കുന്ന ജോലി ഇവിടെ നടന്നു വരുന്നതായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഏജൻറ്റുമാർ വരുന്ന വഴിക്ക് നിലകൊള്ളുകയും നമുക്ക് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയും AE അടക്കമുള്ളവർ സ്ഥലത്തെത്തുമ്പോൾ വാഹനങ്ങൾ മാറ്റിയിടുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും ഞങ്ങൾ 2 പേരും കൂടെ ആദ്യം എത്തിയത്. വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പാറ പൊട്ടിക്കുന്നതിനുള്ള 2 കംപ്രസറുകൾ, അതുപോലെ 2 ഹിറ്റാച്ചി, ലോഡ് ചെയ്തിട്ടുള്ള ഒരു ടോറസ്, അതിൻ്റെ ജോലിക്കാർ ഇവരെല്ലാവരും സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കുകയും പോലീസിൻ്റെ കൺട്രോൾ റൂം വെഹിക്കിൾ വേഗം എത്തുകയും തുടർന്ന് കുറുമ്പടി പോലീസും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അനധികൃതമായി യാതൊരു പേപ്പറും ഇല്ലാതെയാണ് ഇത് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ, അതിൻ്റെ നടത്തിപ്പുകാരടക്കം പഞ്ചായത്തിൻ്റെ അധികൃതരും പോലീസും എത്തിയപ്പോഴേ തന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറുകയുണ്ടായത്. എന്തായാലും ഈ വാഹനങ്ങളെല്ലാം ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മല നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് ഈ നാടിൻ്റെ ആവശ്യം കൂടിയാണ്. പ്രത്യേകിച്ചും അനധികൃത മണ്ണെടുപ്പും അതിന് അനധികൃത പാറ പൊട്ടിക്കലും ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഭീകരമായ രീതിയിലാണ് അവർ ഇത് ഇവിടെ നിന്ന് പാറ കടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിർത്തിവെക്കുകയും പിന്നീട് കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ സ്വീകരിച്ചു വന്നിരുന്നത്. ഖനനത്തിൻ്റെ വലിയൊരു മാഫിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജിയെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഏതാണ്ട് 15 ദിവസം മുമ്പ് അറിയിച്ചതാണെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം കൂടിയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ കീഴിലുള്ള മൈനിങ് ആൻഡ് ജിയോളജിയാണ് പഞ്ചായത്ത് സെക്രട്ടറിയും AEയും വന്ന് ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടക്കുന്നത് കാണുകയും അന്ന് തന്നെ ഈ കാര്യം ആ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. അടിയന്തരമായി ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കളക്ടർ കൂടി ഇടപെടണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി എടുക്കുകയും ഈ വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കർശനമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാത്തരം നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ്. കുറുപ്പമ്പടി CI സ്റ്റെപ്പ് 2യുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം മഹസർ എഴുതി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.